പോയകാല കാർഷിക സംസ്കൃതിയുടെ ശേഷിപ്പുകളെ വേരറ്റുപോകാതെ നിലനിർത്താൻ ആരാധനാലയങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ക്ഷേത്രങ്ങളും കാവുകളും കേന്ദ്രീകരിച്ച് ഇന്നും നടന്നുവരുന്ന നിറയും പുത്തരിയും അത്തരമൊരു ചടങ്ങാണ്. വാണിയ സമുദായത്തിന്റെ പ്രധാന ആരാധനാ കേന്ദ്രമായ മുച്ചിലോടുകളിലും ഇന്നും മുറ തെറ്റാതെ ഈ ചടങ്ങ് നടന്നുവരുന്നു. പുതിയ വർഷത്തെ കാർഷിക വൃത്തിയുടെ പ്രതീക്ഷയാണ് ഈ അനുഷ്ഠാനം. വിളയിച്ചെടുക്കുന്ന കതിരും തുടർന്നുള്ള വിളവും ദേവിക്ക് ആദ്യം സമർപ്പിക്കുന്ന ചടങ്ങ്. ആദ്യം നിറ, ദിവസങ്ങൾക്കപ്പുറം പുത്തരി. ഇങ്ങനെയാണ് പതിവ്. പുതിയതായി കൃഷിയിൽ വിരിയുന്ന നെൽക്കതിർ മുച്ചിലോട്ട് കാവുകളിൽ എത്തിച്ച് നിറയോലം തയ്യാറാക്കി സാക്ഷാൽ പള്ളിയറ തൊട്ട് കാവിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം കെട്ടുന്നു. ആൽ, അരയാൽ, മാവ്, പ്ലാവ്, കായൽ, വെള്ളിയില, നെല്ലി, പൊലുവള്ളി, വട്ടപ്പലം, കാഞ്ഞിരം എന്നീ ഫലവൃക്ഷങ്ങളുടെ ഇലകളാണ് നിറയോലം കെട്ടാൻ ഉപയോഗിക്കാറ്. ഇതിനൊപ്പം നെൽക്കതിർ കൂട്ടിച്ചേർത്ത് കെട്ടുന്നു. ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ സർവൈശ്വര്യ പ്രതീകമായി നെൽക്കതിർ സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നിറയ്ക്ക് തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്കപ്പുറം നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് പുത്തരി. പേര് സൂചിപ്പിക്കുന്നതുപോലെ വിളവെടുക്കുന്ന പുതിയ അരി ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ്. അരി കാവിലെത്തിച്ച ശേഷം അതുപയോഗിച്ച് പ്രസാദമുണ്ടാക്കി കാവിലെത്തിയ മുഴുവൻ പേർക്കും നൽകുന്നു. തുടർന്ന് അരിയിലൊരംശം ഇലയിൽ ഭക്തരുടെ വീടുകളിലേക്കും കൊടുത്തുവിടുന്നു. ഈ രണ്ട് ചടങ്ങുകളിലും മുച്ചിലോട്ടുകാവിൽ അരങ്ങിലടിയന്തരം പതിവില്ല. സെപ്റ്റംബർ 27 ഞായറാഴ്ച കഴിഞ്ഞ 10